മോളെ ചിന്നമണിയേ, ഓ നീ വല്ല അറിഞ്ഞാ? നീ പറഞ്ഞാലേ അറിയുള്ളൂ. നിന്റെ മ്യാമൻ രഹസ്യമായി എഴുതുന്നു. എന്റെ മ്യാമൻ അയാൾ കഥ എഴുതുകയാണ്, ഡയറി എഴുതുന്നു രഹസ്യമായി. നിന്റെ മ്യാമൻ മനസ്സിലായി. എന്റെ മ്യാമൻ ചേട്ടന്റെ ആരാണ്? അതിനിവിടെ പ്രശസ്തി ഇല്ല. പ്രശസ്തി അല്ല, പ്രസക്തി. പ്രസക്തി ആരാണ്? എന്റെ അച്ഛൻ. അപ്പൊ എന്റെ അച്ഛൻ അങ്ങ് പറഞ്ഞാ പോരെ. എന്റെ അച്ഛനാണ്ടല്ലേ നിന്റെ മാമനായത്. ഓഹോ, അപ്പൊ എന്റെ മാമനായോണ്ടാണ് ചേട്ടന്റെ അച്ഛനായത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. ഒന്ന് നിർത്തോ എന്റെ അപ്പൂപ്പൻ. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യം എന്തുവാണ്? ആവശ്യം തോന്നുന്ന നിന്നൊരു കാര്യം അറിയിക്കണമായിരുന്നു. എന്നാ അറിയിക്ക്. നിന്റെ മാമൻ ഡയറി എഴുതുന്നു. ചേട്ടാ അതിന് ഞാൻ ഇപ്പൊ എന്ത് വേണം ചേട്ടാ? രഹസ്യമായിട്ട് എഴുതുന്നു. അയ്യോ, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? അപ്പച്ചി സീരിയസ് ആയിരിക്കാളോ അപ്പച്ചി? നീ 1 കിലോ ഉലുവ എടുത്ത് വെള്ളത്തിടും. പിന്നെ തീരെ പിന്നെ എന്തിനു പറയുമ്പോ രഹസ്യമായിട്ട് എഴുതണടി. ചേട്ടാ അതിലിപ്പോ എന്തെന്ന്? ഇതെന്തോന്നത്? ഞാൻ പറഞ്ഞു എന്നെ ഇതിലൊന്ന് ഒന്ന് വിളിച്ചോണ്ട് വരല്ല നീ കേട്ടല്ലോ. ചേട്ടാ ഉലുവ എങ്ങനെ? എന്തിന് വെള്ളത്തിടാൻ പറഞ്ഞു? ഇത് 1 കിലോ ഇല്ലല്ലോ. ഞാൻ ഉണ്ടല്ലോ വർഷോപ്പിൽ ചെന്നപ്പം ഉണ്ണിയപ്പം ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കണം. ഓ അപ്പൊ ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് എന്തോന്ന് ചോദിച്ചപ്പോ ഉണ്ണിയപ്പം പെട്ടെന്ന് എന്നെ കണ്ടപ്പോ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഭയങ്കര വെപ്രാളത്തിൽ ഇതൊക്കെ ഇങ്ങനെ മുടിയിരിക്കണം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ എന്തോ അപ്പു എഴുതണേ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പു പറയാണ് ഒന്നുമില്ല, അതൊക്കെ നീ അറിയണം എന്തിന് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വെപ്രാളം, ഒരു അങ്ങനെ ഒരു ആക്ഷൻസ് ഒക്കെ. ഇത്രയുള്ള അച്ഛൻ പണ്ട എഴുതും. അങ്ങനെ എന്തേ കുറിച്ച് ചോദിച്ചേക്കണായിരിക്കും. അല്ല കേട്ടാ, അല്ല ആ ഡയറിയിൽ എന്നെ പറ്റി എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടാ. കാരണം 2 ദിവസമായിട്ട് മാമ നേരെ ആഹാരം കഴിക്കാനും പറഞ്ഞില്ല, ചായയും ചോദിക്കണില്ല. സംതിങ് റോങ്. കാര്യം കിട്ടിയില്ല. നീ എന്തിനാ വിഷം ഉണ്ടാക്കി കൊടുത്ത് എന്റെ അച്ഛനെ മനസ്സ് വിഷമിപ്പിച്ചു. പുള്ളി നിന്നെ പറ്റിയുള്ള ചീത്താണ് അതിനകത്ത് ഇത്ര എഴുതിക്കുന്നത്. ഉടനെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് കഥ എഴുതി അങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ അതിനകത്ത് മൊത്തം ചേട്ടനെ ചീത്തോളം ചേരിക്ക് എഴുതി വെച്ചേക്കണം. എനിക്ക് ഇങ്ങനെ ഒരു മോൻ ജനിച്ചു പോയല്ലോ, ഇങ്ങനെ ഞാൻ ഒന്നും എഴുതി വെക്കാൻ പോണേ. എന്റെ സ്വത്തല്ല ഞാൻ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ സ്വത്തല്ല ഇങ്ങനെ വേറെ എല്ലാവർക്കും എഴുതി വെച്ചിരിക്കും. പോ ചേട്ടാ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ലേ. അയ്യോ എനിക്ക് ടെൻഷൻ ആയില്ല, ഞാൻ പറയണ്ടായിരുന്നു. ദൈവമേ അതെന്റെ പേരിലായിരിക്കണേ. ഇവളെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവളെ ഭീഷണിപ്പെടുത്തിയോ കാറടിച്ച് കൊന്നോ എങ്ങനെയെങ്കിലും ഞാൻ സുഖം. അയ്യോ എന്റെ പേരിലായിരിക്കില്ലേ?